ഡോക്ടറൊക്കെ പറഞ്ഞ ഒറ്റ കാര്യമല്ല, ഇത് മൂക്കിന്റെ ദശയുടെ പ്രശ്നമാണ്, ഇത് ഓപ്പറേഷൻ ചെയ്യാണ്ട് മാറൂലെന്ന് പറഞ്ഞത്. അപ്പൊ നല്ലോണം കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ 17 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്താല് 2,10,000 കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതൊന്നും കിട്ടാത്ത കാര്യമാണ്, നമുക്ക് വെറുതെ എന്തിനാണെന്ന്. അപ്പൊ അത് എന്നെ ഇവിടെ വളരെ ഭംഗിയായി തന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ദീപ്തി രാകേഷ്, സ്ഥലം കണ്ണൂർ ജില്ലയിലെ വളവട്ടടത്താണ്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഞായറാഴ്ച ദിവസമാണ്, എല്ലാ തിരക്കും പലതരത്തിലുള്ള തിരക്കുണ്ടാവും. അപ്പൊ ആ തിരക്കൊക്കെ മാറ്റിവെച്ച് വിജയിക്കണം എന്ന ഒറ്റ മനസ്സോടെ ഈ ഒരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഞാനും ഈ ഒരു ഗൂഗിൾ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഈ ഒരു അവസരത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാനൊരു സ്കൂൾ ടീച്ചറായിരുന്നു. ആ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട് തന്നെ ആ ഒരു പ്രൊഫഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഈ ഒരു അവസരം എന്റെ കയ്യിലേക്ക് എത്തുന്നത്. ഒരു ഫ്രണ്ടിന്റെ രൂപത്തിലാണ് ഈ ഒരു അവസരം എന്റെ കയ്യിലേക്ക് എത്തുന്നത്. എന്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു അവസരം പരിചയപ്പെടുത്തിയത്. അവസരം പരിചയപ്പെടുന്ന സമയത്ത് ആ ഒരു കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്കറിയാം, നമ്മള് ഗസ്റ്റിനെ ഒന്നും വീട്ടിലേക്ക് അലൗ ചെയ്യൂല. പക്ഷെ ആ ഒരു സമയം എന്നോട് ചോദിച്ചു, ടീച്ചറെ വീട്ടിലുണ്ടോ ചോദിച്ച സമയത്ത് ഇല്ലാന്ന് പറയാൻ തോന്നിയിട്ടില്ല, വരുന്നെങ്കിൽ വന്നോട്ടെ എന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോഴ് മാഡം മാത്രമല്ല, മാഡത്തിന്റെ ബ്രദറും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും വന്നു. അപ്പൊ വന്ന് ആ ഒരു ബെത്ത് കണ്ടപ്പോ എന്തോ ഒരു ഉടായ്പും കൊണ്ട് വരുന്നതാന്ന് ആ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാനുള്ള രീതിയിൽ തന്നെയായിരുന്നു മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ പതിയെ നമ്മുടെ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി. അപ്പൊ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തിയപ്പോ ഫസ്റ്റ് കണ്ടൊരു പ്രൊഡക്റ്റ് നമ്മുടെ കവചപ്രാശമാണ്. അപ്പൊ കവചപ്രാശം ആ കൊറോണയുടെ സമയത്ത് ആരോ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ വീട്ടിലുണ്ട്. അപ്പൊ ഇവരെ ഒഴിവാക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഡക്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. പ്രൊഡക്റ്റ് കയ്യിൽ കാണിച്ച സമയത്ത് അത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പൊ യൂസ് ചെയ്യാതിരിക്കാൻ മെയിൻ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റാത്തൊരു സമയമാണ് കൊറോണ ആ ഒരു സമയം. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല, മാറ്റി വെക്കുകയോ ചെയ്തേ. അപ്പൊ നമ്മുടെ പരിചയപ്പെടുത്തിയ ലീഡേഴ്സ് പറഞ്ഞു ഇത് യൂസ് ചെയ്യണം, അടിപൊളി സാധനമാണെന്ന് പറഞ്ഞ സമയത്തും ഇത് യൂസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. പിന്നെ പതിയെ നമ്മുടെ പ്രോഡക്ട്സ് പതിയെ പരിചയപ്പെടുത്തി. അപ്പൊ അതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുക ചെയ്തിട്ടുണ്ടായത്. പിന്നീട് നിങ്ങൾക്കറിയാം, നിങ്ങളെ ലീഡേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ നമ്മുടെ അമേസിംഗ് പ്ലാൻ, എന്റെ ഗ്രേറ്റ് പ്ലാൻ എന്നെയും പരിചയപ്പെടുത്തി. ഞാനും ഹസ്ബൻഡും ഒരുമിച്ചായിരുന്നു ഇത് കേട്ടിട്ടുണ്ടായത്. അപ്പൊ പറഞ്ഞത് മറ്റൊന്നല്ല, 10,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ 1,200 രൂപ കിട്ടും. അതുപോലെ തന്നെ പതിയെ പറഞ്ഞു വന്നത് 17 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്താൽ 2,10,000 കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതൊന്നും കിട്ടാത്ത കാര്യമാണ്, നമുക്ക് വെറുതെ എന്തിനാണെന്ന്. അപ്പൊ അത് ചിന്തിക്കാൻ മെയിൻ കാരണം ഞാൻ പറഞ്ഞു, ഞാനൊരു സ്കൂൾ ടീച്ചറാന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ ഒറ്റ മോളാണ്. അച്ഛൻ റെയിൽവേയിലാണ്, സെൻട്രൽ ഗവൺമെന്റ്. അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, പക്ഷെ അച്ഛന്റെ പെൻഷൻ അമ്മക്ക് കിട്ടുന്നുണ്ട്. ഒരു മാസം ഈ 3 വരുമാനവും നമ്മളെ വീട്ടിൽ വരുന്നുണ്ട്. ആ 3 വരുമാനവും വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു മാസം തന്നെ 2,10,000 ആവുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് ഒരാഴ്ച 17 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്താൽ 2,10,000 കിട്ടുമെന്ന് ആ ലീഡേഴ്സ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ വന്നതല്ലേ, എന്റെ ഫ്രണ്ട് അല്ലേ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കുറച്ച് പ്രൊഡക്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. വില കുറച്ച് പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റ് എടുക്കാൻ തയ്യാറായി. അപ്പൊ ഏകദേശം 12,000 രൂപ അന്ന് കയ്യിൽ കൊടുത്തു. കയ്യിൽ കൊടുത്തപാടെ നമുക്കറിയാം പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല. പിറ്റേ ദിവസമാണ് പ്രൊഡക്റ്റ് കൊണ്ടത്. പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയപ്പോ ശരിക്കും പറഞ്ഞ ഷോക്കായിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, ഇത് ബോക്സ് പറഞ്ഞപ്പോ റെഡ് കളർ ചെറുതും വലുതായ ബോക്സ് ആണ് കയ്യിൽ കിട്ടിയത്. അതിൽ ഒരുമിച്ച് പേസ്റ്റ്, സോപ്പ്, ഫേസ് വാഷ് പോലുള്ള കുറച്ച് ഐറ്റംസും കണ്ടു. അപ്പൊ ഇതിനു മുന്നേ ഈ പ്രൊഡക്റ്റ് എന്താണെന്നറിയില്ല, ഇതിന് കണ്ടിട്ടില്ല, ഒന്നുമില്ല. അത് പ്രൊഡക്ട്സ് വീട്ടിലെത്തി ലീഡേഴ്സ് വന്നിട്ട് ഇന്നതിൻ്റെതാണൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ അതൊന്നും മൈൻഡിൽ കയറിയിട്ടില്ല. രാത്രിയാകുമ്പോൾ ഭയങ്കര ടെൻഷനായി. വെറുതെ ഒരു 12,000 രൂപ കൊണ്ട് കളഞ്ഞല്ലോ എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുണ്ടായത്. ഹസ്ബൻഡ് എന്നോട് വന്ന് കുഴപ്പമില്ല, പോയാലും ഒരു 12,000 രൂപയല്ലേ, പോട്ടെ, നമുക്കത് പേസ്റ്റ്, സോപ്പ്, അതുപോലെ ഫേസ് വാഷ് ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം, ബാക്കിയുള്ളത് നമുക്കത് മാറ്റി വെക്കാന്ന് പറഞ്ഞു. അതുപോലെ മാറ്റി വെച്ചതാണ്.
പക്ഷെ നമ്മുടെ നിങ്ങളെ ലീഡേഴ്സിന് ഉണ്ടാവും അതുപോലൊരു ചെറിയ കുഴപ്പമുണ്ട്. കാരണം ഫോളോ അപ്പ് എന്നുള്ളൊരു കാര്യം. അപ്പൊ പതിയെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഫോളോ അപ്പ് ചെയ്യാൻ മറ്റൊന്നുമല്ല, ആ ഒരു സമയത്ത് കൂടുതൽ ഓൺലൈൻ ഇതുപോലുള്ള ഓൺലൈൻ മീറ്റിംഗ് ആണ് കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ മീറ്റിംഗിൽ കയറണം മാഡം, ഓൺലൈൻ മീറ്റിംഗ് കയറണം എന്ന് വന്ന് വിളിക്കും കയറണം എന്ന് പറയും. അപ്പൊ ഓക്കെ ഞാൻ കയറാന്ന് പറയും. പക്ഷെ ആ ഒരു സമയമാകുമ്പോൾ ഓൺലൈൻ മീറ്റിംഗ് തുറന്നു വെക്കും, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്റേതായ ജോലിയിലേക്ക് പോകും. കാരണം നമുക്ക് ഇത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, ഇത് തുറന്നു വെച്ചിട്ട് കേൾക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റേതായ ജോലിയിൽ പോകും, അത് ഓപ്പൺ ചെയ്ത് വെക്കും. പിന്നെ ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞാലും അതിന്ന് റിമൂവ് ചെയ്യില്ല, അതായത് ലെഫ്റ്റ് അടിച്ച് പോകില്ല. ആ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. അപ്പൊ അത് ലീഡേഴ്സ് കറക്റ്റ് കണ്ടുപിടിച്ചു. ലീഡേഴ്സ് പതിയെ ഓഫ്ലൈൻ മീറ്റിംഗിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. പക്ഷെ ഇതുപോലെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് സ്കിപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ലീഡേഴ്സ് വളരെ ബുദ്ധിമാന്മാരാണ്. അവര് വളരെ തന്ത്രപൂർവ്വം ഒരു ഓഫ്ലൈൻ മീറ്റിംഗിലേക്ക് എത്തിച്ചു. അപ്പൊ ആ ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് ഒന്നുമല്ല, നമ്മുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ്. ആ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്നും അതിന്റെ അമേസിംഗ് റിസൾട്ടും അവിടെ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ എന്നിരുന്നാലും ആ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ഒക്കെ അറിഞ്ഞിരുന്നാലും അത് യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. ചെറുതല്ല, വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായത്. മൂക്കിന്റെ ദശയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. മൂക്കില് മാംസം വളരുന്ന അവസ്ഥ, 2 മൂക്കിലും മാംസം വളർന്ന് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഛർദി കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റൂല, കിടക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. രാത്രി സമയങ്ങളിൽ ഒരുപാട് തവണ 1 മണിക്കും 2 മണിക്കും ഡോക്ടേഴ്സ് പോയിട്ടുണ്ട്. അപ്പൊ കൊറോണ കഴിഞ്ഞ ഒരു സമയമായാലും ഡോക്ടേഴ്സ് നല്ല രീതിയിൽ പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് പറഞ്ഞ ഒറ്റ കാര്യമില്ല, ഇത് മൂക്കിന്റെ ദശയുടെ പ്രശ്നമാണ്, ഇത് ഓപ്പറേഷൻ ചെയ്യാണ്ട് മാറൂല എന്ന് പറഞ്ഞത്. അപ്പൊ നല്ലോണം കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ രണ്ടാമത് ഒരു ഡോക്ടറെ കാണിച്ചു. അതായത് 3 ഡോക്ടേഴ്സിനോളം ഞാൻ ഇതേ ബുദ്ധിമുട്ട് കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. 3 ഡോക്ടറും ഒരേ ഉത്തരവാ പറഞ്ഞിട്ടുണ്ട്, ഇതിന് ഓപ്പറേഷൻ മാത്രമേ വഴിയുള്ളൂ, വേറെ ഇതിനൊരു ട്രീറ്റ്മെന്റ് ഇല്ല എന്നാ പറഞ്ഞത്. കാരണം കുറച്ചധികം നന്നായി കൂടിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്താലേ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് അറിയാൻ പറ്റിയത് ഓപ്പറേഷൻ ചെയ്താലും തിരിച്ചു വരും, അതിന് പൂർണ്ണമായി മാറൂല, അത് തിരിച്ചു വരും എന്ന് അറിയാൻ പറ്റിയപ്പോ ഹോമിയോയിൽ ഇതിന് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റി. അപ്പൊ ഹോമിയോയിൽ കാണിക്കാൻ തയ്യാറായി. അപ്പൊ ഹോമിയോ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ചധികം കൂടിപ്പോയിട്ടുണ്ട്, ഇത് മാറും, പക്ഷെ 1.5 വർഷം കണ്ടിന്യൂസ് ആയി ടാബ്ലറ്റ് എടുത്താൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നതാണ്. 1.5 വർഷം പോയിട്ട് ഒരു ദിവസം പോലും ക്ഷമിക്കേണ്ട ഒരു മാനസികാവസ്ഥയല്ല. കാരണം അത്രയും ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. കിടക്കാൻ പറ്റൂല, കിടക്കുമ്പോൾ ശ്വാസം മുട്ടും, സംസാരിക്കാൻ പറ്റൂല, സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടും, ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി വരുന്നൊരു രീതിയാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പൊ നമ്മുടെ ലീഡേഴ്സിന് അറിയാം. അപ്പൊ ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞു, മാഡം നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, മാഡം അതൊന്ന് യൂസ് ചെയ്ത് നോക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിലുള്ള വിശ്വാസം ഒന്നും കൊണ്ടല്ല, യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു അത് യൂസ് ചെയ്തത്. പക്ഷെ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ശരിക്കും പറഞ്ഞാല് 3ാമത്തെ ദിവസം മുതൽ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങി. പൂർണ്ണമായും മാറിയെന്നല്ല, അതിന്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങി. പിന്നെ ആ ഒരു കോൺഫിഡൻസ്, അതായത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് റിസൾട്ട് പതിയെ കിട്ടാൻ തുടങ്ങിയപ്പോ 3 മാസം കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തു. അത് നമ്മളെ പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ അമേസിംഗ് പ്രൊഡക്റ്റ് ഐശ്വാസായിരുന്നു ഞാൻ അന്ന് യൂസ് ചെയ്തത്. ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, ഐശ്വാസ് യൂസ് ചെയ്തു, അതിന്റെ ഒരുമിച്ച് ഇൻഹേലർ യൂസ് ചെയ്തു, പിന്നെ ഒരുമിച്ച് തന്നെ പ്രാണായാമം കൂടി ചെയ്ത സമയത്ത് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ പിന്നെ ഇന്ന് വരെ അത് തിരിച്ചു വന്നിട്ടില്ല. അതാണ് എനിക്ക് ഫസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിൽ കിട്ടിയ റിസൾട്ട്. ആ റിസൾട്ട് കിട്ടിയപ്പോൾ ഇതിനോട് എന്താ പറയണ്ടേ, ഭയങ്കര ഇഷ്ടം തോന്നി പ്രൊഡക്റ്റിനെ കുറിച്ച്. പിന്നെ മാത്രമല്ല, എന്റെ ഈ ഒരു ബുദ്ധിമുട്ട് എന്നെ അറിയുന്നവർക്ക് ഒരുവിധ ആൾക്കാരിൽ അറിയാം. കാരണം നെയ്ബേഴ്സിന് അറിയാം, അതുപോലെ തന്നെ എന്റെ ഫാമിലി സർക്കിളിൽ അറിയാം, അതുപോലെ തന്നെ ഫ്രണ്ട്സ് സർക്കിളിൽ അറിയാം. കാരണം ഫോൺ വിളിച്ചാല് എനിക്ക് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി ആ ഒരു സമയങ്ങളിൽ. അപ്പൊ ഇത് മാറി വന്ന സമയം എന്നോട് ചോദിക്കും, ഇത് നീ എന്താ യൂസ് ചെയ്തത്, ഓപ്പറേഷൻ കഴിഞ്ഞോ ചോദിക്കുമ്പോ ഞാൻ പറയില്ല, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞപ്പോ അവരെ ഫാമിലി സർക്കിളും അവരെ ഫ്രണ്ട്സ് സർക്കിളും ഇത് റെക്കമെൻഡ് ചെയ്യാൻ എന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ എനിക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങി. അപ്പൊ അതിലൂടെ റീപർച്ചേസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പൊ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞ്, ഇത് നമുക്ക് ഈ ഒരു അവസരം നമുക്ക് പരിചയപ്പെടുന്ന, അല്ലെ ഇത് റീറ്റെയിൽ ചെയ്യണം എന്നല്ല എന്നെ കൊണ്ട് കഴിയാത്ത കാര്യം. കാരണം
ഒരു പേസ്റ്റ് അല്ലെങ്കിൽ ഒരു പെൻസിൽ പോലും വിറ്റിട്ടുള്ള ശീലമില്ല. അതുകൊണ്ട് തന്നെ റീറ്റെയിലിനോട് താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പോ ലീഡേഴ്സിന്റെ നിരന്തരം ഇതെന്തായാലും റീറ്റെയിൽ ചെയ്യണം, നമുക്കിത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ ലീഡേഴ്സ് എങ്ങനെയാ നോ പറയാന്ന് വെച്ചാൽ, ഒരു അകന്ന ഒരു ഫ്രണ്ട്, അതായത് ഇപ്പം നിലവിൽ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ കോണ്ടാക്ട് ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ നമുക്ക് എങ്ങനെയായാലും. അപ്പൊ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയാല് ഇപ്പം നിലവില് കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ വേണ്ട, പിന്നെ നമുക്ക് വാങ്ങാന്നുള്ള രീതിയിൽ പറയുന്നുള്ള ഒറ്റ ധൈര്യത്തില് ലീഡേഴ്സിനെയും കൂട്ടി ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അപ്പൊ ആ ഫ്രണ്ട് പ്രൊഡക്റ്റ് കണ്ടു. അപ്പൊ ആ ഫ്രണ്ട് മുന്നേ ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഫ്രണ്ട് ഒരു പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അവരോട് ചോദിച്ചു മനസ്സിലാക്കി ഏകദേശം 3000 രൂപയുടെ പ്രൊഡക്റ്റ് അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാല് എല്ലാവർക്കും സന്തോഷം ഉണ്ടായത്, പക്ഷെ എന്നെ സംബന്ധിച്ച സങ്കടം ഉണ്ടായത്. കാരണം പ്രൊഡക്ട്സ് വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ റീറ്റെയിൽ ചെയ്യണ്ടേ, അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് തന്നെ എടുക്കണ്ടേ എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു സങ്കടം ഉണ്ടായി. പക്ഷെ നമ്മുടെ ലീഡേഴ്സ് എന്താ പറയണ്ടേ, ആ റീറ്റെയിലിന്റെ എമൗണ്ട് കൊണ്ട് റീപർച്ചേസ് ചെയ്യണം, അതാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞ് റീപർച്ചേസിലേക്ക് പോയി. പതിയെ റീപർച്ചേസ് ചെയ്തു. പിന്നെ ഇത് ഈ മീറ്റിംഗ് പതിയെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളോട് പറഞ്ഞു, ഒരു RTP ഉണ്ട് മാഡം, ടീച്ചറും മാഷും ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണം. RTP റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ്, അതിൽ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഓക്കെ, ആദ്യം കുറച്ച് വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഓക്കെ പറഞ്ഞു. മംഗലാപുരത്തായിരുന്നു ഫസ്റ്റ് RTP ഉണ്ടായിരുന്നത്. ഞാനും ഹസ്ബൻഡും കൂടി ആ ഒരു RTP അറ്റൻഡ് ചെയ്തത്. അപ്പൊ RTP അറ്റൻഡ് ചെയ്തപ്പോ അവിടെ നമ്മളെ സംബന്ധിച്ച് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഒരുപാട് പേര് കോട്ടും സൂട്ടും ഇട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കോട്ടും സൂട്ടും ഇട്ട് അങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് പോന്ന്. അപ്പൊ നമ്മളെ കൊണ്ടുപോയ അല്ലെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്തിയ ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞു, അത് ഇന്ന ലീഡറാണ്, അത് ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡാക്കില്ല. അവരൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ അതിനൊന്നും കേൾക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ പിന്നീട് ഓരോ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ കോട്ടും സ്യൂട്ടും ഇട്ടവര് ആരൊക്കെയാണെന്ന് കറക്റ്റ് മനസ്സിലായത്. അത് വേറെ ഒരാളും അല്ല, ഇന്നത്തെ GTC ലീഡേഴ്സ് ആയ സോമകുമാർ സാർ, അതുപോലെ തന്നെ ശ്രീജിത്ത് സാർ, അതുപോലെ തന്നെ ITC ലീഡറായ നമ്മുടെ സുനിലാൽ സാർ, അതുപോലെ തന്നെ CTC ലീഡേഴ്സ് ആയ ധീരജ് സാർ, ഹിതേഷ് സാർ, NTC ലീഡർ അഖിൽ സാർ, ഇവരുടെ ഒരു നീണ്ട നിരയായിരുന്നു അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവരുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാല് സ്ട്രൈക്ക് ചെയ്തു. അതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത് അന്ന് കൺക്ലൂഡ് ചെയ്തത് സുനിലാൽ സാർ ആയിരുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും, ഗവൺമെന്റ് എംപ്ലോയി ആണ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ്. അപ്പൊ സാറുടെ ഒരുപാട് കാര്യങ്ങൾ, സാറ് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോ നമ്മളും ശരിക്കും പറഞ്ഞ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആ ഒരു ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അത് സ്ട്രൈക്ക് ചെയ്തു. സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, കണക്കുകളും ഒക്കെ നമ്മളുമായി ഒരു കമ്പയർ ചെയ്തപ്പോൾ നമുക്കത് കറക്റ്റ് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ തിരിച്ചു വരുമ്പോ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ലീഡേഴ്സ് ഒക്കെ ഇന്നിപ്പം അവിടെ ഇന്നലെയും ഇന്നും കൂടി സംസാരിച്ച ലീഡേഴ്സ് ഒക്കെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, 3 വർഷം മുതൽ 5 വർഷം വരെ ഇത് എന്താണെന്ന് പഠിക്കാൻ തയ്യാറാവും. അപ്പൊ പഠിക്കാൻ തയ്യാറാവുന്നതിലൂടെ കൂടി നമുക്കിതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ കൂടിപ്പോയി 3 മുതൽ 5 വർഷം അല്ലേ, അത് വലിയൊരു കാലയളവൊന്നുമല്ല. ഞാൻ ഏകദേശം 12 വർഷത്തോളം സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 3 വർഷം മുതൽ 5 വർഷം വരെ വലിയൊരു കാലയളവൊന്നുമല്ല. നമുക്കിത് എന്താണെന്ന് നോക്കാം. 3 വർഷം മുതൽ 5 വർഷം വരെ ചെയ്ത് നോക്കി നമുക്കിത് പറ്റുന്നില്ലെങ്കിൽ അങ്ങ് ഒഴിവാക്കാം. ആ ഒരു രീതിയിലാണ് അന്ന് തീരുമാനിച്ചത്. ആ 3 വർഷം മുതൽ 5 വർഷം വരെ എന്നുള്ള ഒരു കാലയളവ് നമ്മൾ നോക്കാന്നുള്ള രീതിയിൽ നിന്നപ്പോ ഇന്നിപ്പോ 4 വർഷം കഴിഞ്ഞു, 5ാമത്തെ വർഷത്തിൽ കിടക്കാൻ പോകുന്നു. ഇന്നിപ്പം സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ റാങ്കിലാണ് ഇന്നിപ്പം നിൽക്കുന്നത്. അന്ന് ആ നോക്കാന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പം സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്താൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ആ ഒരു RTP കഴിഞ്ഞു എത്തിയപ്പോ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഒരു ബിസിനസ് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മാക്സിമം എല്ലാ മീറ്റിങ്ങും എല്ലാ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതിലൂടെ ഈ ഒരു ബിസിനസ് എന്താണെന്ന് പതിയെ മനസ്സിലാക്കി എടുക്കാൻ തയ്യാറായി. അപ്പൊ സെക്കൻഡ് RTP വന്നു. ഫസ്റ്റ് RTPയിൽ ഞാനും ഹസ്ബൻഡും മാത്രം പോയതാണെങ്കിൽ അത് തന്നെ നമ്മുടെ ഇഷ്ടത്തോടെയല്ല, ശരിക്കും കേൾക്കാൻ തയ്യാറായില്ല, ആ ഒരു രീതിയിൽ പോയതാണെങ്കിൽ സെക്കൻഡ് RTP ആകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ATC റാങ്കിലായിരുന്നു ആ ഒരു സെക്കൻഡ് RTP അറ്റൻഡ് ചെയ്തത്. സെക്കൻഡ് RTP അറ്റൻഡ് ചെയ്തപ്പോ അവിടെ നിങ്ങൾക്കറിയാം, RTP അറ്റൻഡ് ചെയ്തവർക്കറിയാം, അവിടെ ഡിക്ലറേഷൻ ഉണ്ടാവും.
അപ്പൊ ഡിക്ലറേഷന്റെ സമയത്ത് ഞാൻ സ്റ്റേജിൽ കയറി പറഞ്ഞിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ നെക്സ്റ്റ് MI മന്ത് ക്ലോസ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ DTC റാങ്കിൽ എത്തും, അതുപോലെ തന്നെ മിനി സീലിംഗ് അച്ചീവ് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കേട്ടു. അത് തിരിച്ചു വന്നപ്പോഴേ നമ്മുടെ ഗ്രേറ്റ് നാഷണൽ ടീം കോർഡിനേറ്റർ അഖിൽ സാറാണ് എന്റെ അപ്ലൈൻ ലീഡർ എന്നെ വിളിച്ചു. മാഡം സ്റ്റേജിൽ നിന്ന് എന്തെല്ലോ പറയുന്ന കേട്ടല്ലോ മാഡം, ഇതെല്ലാം നടക്കുമോ ചോദിച്ചു. അപ്പൊ സാറോട് ഞാൻ പറഞ്ഞു, സാറേ ഇത്ര കാലം ഉഴപ്പിയ പോലെയല്ല, ഞാൻ കറക്റ്റ് ഇത് മനസ്സ് തട്ടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതെന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു പറഞ്ഞ വാക്കിന്റെ പുറത്ത് അല്ലെ കോൺഫിഡൻസോടെ പറഞ്ഞത് കൊണ്ട് തന്നെ സാറ് പിറ്റേ ദിവസം സാറ് വന്നു. സാർ അത് കറക്റ്റ് പ്ലാൻ ചെയ്ത് തന്നു, എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തതിന്റെ ഫലമായി നെക്സ്റ്റ് MI മന്ത് ക്ലോസ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ DTC റാങ്കിൽ എത്താനും അതുപോലെ തന്നെ മിനി സീലിംഗ് അച്ചീവ് ചെയ്യാനും പറ്റി. അപ്പൊ അതിന് ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാല് ശരിക്കും അതേ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ, നമ്മൾ അപ്ലൈൻ ലീഡേഴ്സ് എന്താണോ പറയുന്നത് ആ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏതറ്റം വരെയും പോകാൻ പറ്റുന്ന ആ ഒരു സമയത്ത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇന്നോളം ലീഡേഴ്സിന്റെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ലീഡേഴ്സിന്റെ ഒരു ഒപ്പീനിയൻ വാങ്ങിയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിലും ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയണ്ടേ, മറ്റുള്ള ബിസിനസ്സിന് അല്ലെ മറ്റുള്ള മേഖലയെ അപേക്ഷിച്ച് നമ്മൾ കറക്റ്റ് നമ്മൾ അപ്ലൈൻ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് അനുസരിച്ച് വേണം മാത്രം മുന്നോട്ട് പോവാം. അപ്ലൈൻ ലീഡേഴ്സ് നമ്മളെ കൊണ്ടുവന്നവർ ആയിരിക്കണം എന്നില്ല. നമ്മൾ അപ്ലൈൻ ലീഡേഴ്സ് നമ്മളെ ആരാണോ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ആരാണോ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ട് നയിക്കുന്നത് അവരാണ് നമ്മളെ അപ്ലൈൻ ലീഡേഴ്സ്. അപ്പൊ അവരെന്താണോ പറയുന്നത് അതേ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വിജയിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാല് ആ ഒരു സമയത്ത് എന്റെ ലീഡർ വന്നിട്ട് പറഞ്ഞു, മാഡം കണ്ണൂർ GTS MC ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നില്ല, മാഡം ഒന്ന് ചെയ്യുമോ ചോദിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ സ്കൂൾ ടീച്ചറാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു ക്ലാസ്സിലെ കുട്ടികളെ മുന്നിൽ സംസാരിക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അതേ കുട്ടികളെ പാരന്റ്സ് വന്നാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് കയ്യും കാലം വെറുക്കും. അതായിരുന്നു എന്റെ ഒരു ഞാൻ ഉണ്ടായ സാഹചര്യം. പക്ഷെ ഈ കണ്ണൂർ GTS നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാകാം. അപ്പൊ അവർക്കറിയാം കണ്ണൂർ GTS എത്രത്തോളം ആൾക്കാർ പങ്കെടുക്കുന്നതാണെന്ന് അറിയാം. അപ്പൊ ആ ഒരു GTS MC ചെയ്യാന്നുള്ളത് എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം. അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു, സാറേ എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ ഹസ്ബൻഡ് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തായാലും ഇത് ചെയ്യണം, ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ബുധനാഴ്ച ദിവസം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച ദിവസം കോണ്ടാക്ട് ചെയ്തു. ഞായറാഴ്ച ദിവസമായിരുന്നു അവിടെ GTS ഉള്ളത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞായറാഴ്ച ദിവസമാണ് കണ്ണൂർ GTS ഉള്ളത്. അപ്പൊ ഞായറാഴ്ച GTS ആവുന്നവരെ, ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള സമയങ്ങളിൽ ഒരു നിമിഷം പോലും ഒരു നിമിഷം പോലും മാറി നിന്നിട്ടില്ല. ആ ഒരു എന്താ MC എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. MC വീട്ടിൽ നിന്ന് വേറെ ഒരു എന്താ പറയണ്ടേ പ്ലാനിങ് ഒന്നും നടത്തിയില്ല, അല്ലെങ്കിൽ ഒരു വർക്ക് ഒന്നും ഏറ്റെടുക്കാണ്ട് നമ്മുടെ GTS MC മാത്രം പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോയി. അതിന്റെ ഫലമായി അന്നത്തെ നല്ല ടെൻഷൻ ഉണ്ടെങ്കിലും അന്നത്തെ GTS MC കൈകാര്യം ചെയ്തത് ഞാൻ തന്നെയായിരുന്നു, ഫസ്റ്റ് MC ആയിരുന്നു. പക്ഷെ അന്ന് GTS ഗസ്റ്റ് ആയി വന്നിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ഇന്നത്തെ WTC അതുപോലെ തന്നെ ITC പ്ലസ് ITC ലീഡറായ ഷാജി സാറാണ്. അപ്പൊ ഷാജി സാറ് അന്ന് നന്നായി പറഞ്ഞ സമയം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഒരു സാമ്രാജ്യം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു അന്ന് ഉണ്ടാക്കിയത്. അതിനെ തുടർന്ന് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 13 തവണ കണ്ണൂർ GTS MC ചെയ്യാനും അതുപോലെ തന്നെ 3 തവണ GTS എടുക്കാനുള്ള അവസരം കിട്ടി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഒരു 4 ആളെ കൂടുമ്പോൾ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ശരിക്കും പറഞ്ഞാല് നമ്മുടെ കണ്ണവും ശ്രീജിത്ത് സാർ, ഇന്നത്തെ GTC ലീഡറായ ശ്രീജിത്ത് സാർ ഒരു വലിയൊരു പ്രൊമോഷൻ, ഒരു വലിയൊരു പ്രോഗ്രാം സെലിബ്രേഷൻ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്കമാലിയിൽ വെച്ചിട്ട്. ഏകദേശം 3000-ഓളം ആൾക്കാർ പങ്കെടുത്ത പ്രോഗ്രാമിൽ MC ചെയ്യേണ്ട അവസരം MC ചെയ്യേണ്ട ഒരു ഭാഗ്യം കൂടി അന്ന് അതിന് പരമായി കിട്ടിയിട്ടുണ്ട്. അതുപോലുള്ള വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ MC ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഈ ഒരു 4.5 വർഷത്തിന്റെ എക്സ്പീരിയൻസിൽ പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. 4 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ഈ ഒരു ബിസിനസ് നല്ല സ്മൂത്ത് ആയി കൊണ്ടുപോകാൻ പറ്റും. 4 കാര്യങ്ങൾ വേറെ ഒന്നുമല്ല. നമ്മൾ എന്തായാലും ഇതിൽ ജോയിൻ ചെയ്ത് നമ്മളെ കയ്യിൽ കുറച്ച് പ്രൊഡക്റ്റ് വരും. ആ
പ്രോഡക്റ്റ് 4 hours എന്ന് പറയും. ആ പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ വന്നാൽ ആ പ്രോഡക്റ്റ് നമ്മളെ നിർബന്ധമായും നമ്മൾ യൂസ് ചെയ്യും, അതുപോലെ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ റീറ്റെയിൽ അവിടെ നടക്കും. അപ്പൊ നമുക്ക് റീറ്റെയിൽ ഈ ഒരു ബിസിനസ്സിന് മസ്റ്റ് ആണ്. ഞാൻ ആദ്യകാലങ്ങളിൽ റീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ റീറ്റെയിൽ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് പറ്റത്തുള്ളൂ. റീറ്റെയിൽ നമുക്ക് ആദ്യകാലങ്ങളിലെ വരുമാനം നമുക്ക് റീറ്റെയിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കാറുള്ളൂ. അപ്പൊ റീറ്റെയിൽ നമ്മൾ മസ്റ്റായി ചെയ്യുക. റീറ്റെയിൽ ചെയ്യുമ്പോഴോടെ തന്നെ നമുക്ക് റീപർച്ചേസ് നമുക്ക് ആവശ്യമായി വരും. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് റീറ്റെയിൽ നമ്മളെ ലീഡേഴ്സിനെയും കൂട്ടി പോയപ്പോൾ അവിടുന്ന് റീറ്റെയിൽ ചെയ്ത വരുമാനം ഞാൻ റീപർച്ചേസ് ചെയ്യുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പൊ റീറ്റെയിൽ ചെയ്ത സെക്കൻഡ് വൺ നമ്മൾ റീപർച്ചേസ് മസ്റ്റായി ചെയ്യണം. കാരണം നമ്മളെ ബിസിനസ് ആണ് ചെയ്യുന്നത്. 2,10,000 നമ്മളെ കയ്യിൽ വാങ്ങേണ്ട ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിർബന്ധമായും നമ്മൾ റീപർച്ചേസ് ചെയ്തു നമ്മളെ കയ്യിൽ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യണം. കാരണം ഞാൻ ആദ്യകാലങ്ങളിൽ 12,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ രണ്ടാമത്തെ തവണ റീപർച്ചേസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പർച്ചേസ് എന്നുള്ള രീതിയിൽ നമ്മളെ വീട്ടിൽ ഹോം വിസിറ്റ് നടത്തി നമ്മുടെ ലീഡേഴ്സ് ഒരു 30,000 രൂപയുടെ പർച്ചേസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ലീഡേഴ്സ് പോയപ്പോൾ ഞാനും ഹസ്ബൻഡ് ചർച്ച ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, ഈ 30,000 വാങ്ങിയിട്ട് ഇവർക്ക് എന്തോ നേട്ടമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ 30,000 രൂപ വാങ്ങാൻ നമ്മളെ കൊണ്ട് പ്രോഡക്റ്റ് എടുപ്പിക്കുന്നതെന്നാണ് ആ ഒരു സമയത്ത് മനസ്സിലാക്കിയത്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നു ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ 30,000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെൽഫ് യൂസ് ചെയ്യാൻ മാത്രമുള്ള പ്രൊഡക്റ്റ് ആണ് അതിന് ശേഷമാണ് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലീഡേഴ്സ് ഒരു കാരണവശാലും ഒന്നും പറയാതെ തന്നെ 2,70,000 പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഒരു തവണയല്ല 2 തവണ ഞാൻ 2,70,000 പ്രോഡക്റ്റ് ഞാൻ സെൽഫ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ബിസിനസ്സിന് വന്നപ്പോ ഈ ബിസിനസിന്റെ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ എടുത്തതാണ്. അപ്പൊ ഫസ്റ്റ് 2,70,000 പ്രോഡക്റ്റ് എടുത്തപ്പോ ലീഡേഴ്സ് അടിപൊളി എന്ന് പറഞ്ഞു. സെക്കൻഡും ഞാനിത് 2,70,000 പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ലീഡേഴ്സ് പറഞ്ഞു, മാഡം വേണോ, നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് ഇല്ലേ ചോദിച്ചപ്പോൾ മാഡം സാറേ കുഴപ്പമില്ല, എനിക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമാണെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കുക ചെയ്തത്. കാരണം ഇത് എന്റെ ബിസിനസ്സാ, സാറിന്റെ ബിസിനസ് അല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബിസിനസ് അല്ല. ഇത് എന്റെ മാത്രം ബിസിനസ് ആയതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ പ്രൊഡക്റ്റ് അത്യാവശ്യം. ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് വേറൊന്നല്ല, നമുക്ക് സെൽഫ് യൂസ് ചെയ്യാൻ പ്രൊഡക്റ്റ് വേണം. അതുപോലെ തന്നെ നമ്മളെ ടീമിൽ വരുമ്പോൾ ടീമിന് പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ റോൾ ചെയ്യാനും നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്താൽ നമുക്ക് പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയായ ബിസിനസ്, ശരിയായ കച്ചവടം. ആ കച്ചവടം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് അത്യാവശ്യമാണ്. ഇപ്പൊ നിങ്ങളൊരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയാൽ അവിടെ പ്രൊഡക്റ്റ് കുറച്ച് വേരിയേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ഥിരം പോകുന്ന മാർജിൻ ഫ്രീ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പ്, സാധാരണ ഒരു ഷോപ്പിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിറഞ്ഞു നിൽക്കുന്ന കടയിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. ആ അതേ കട ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ കുറഞ്ഞു കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് കൂട്ടാൻ പോകുന്നതാണല്ലോ, ഇതിൽ പ്രൊഡക്റ്റ് കുറഞ്ഞല്ലോ, നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സും. നമ്മളെ കയ്യിൽ പ്രൊഡക്റ്റ് അത്യാവശ്യമാണ്. അപ്പം റീപർച്ചേസ് മസ്റ്റ് ആണ്. റീപർച്ചേസ് ചെയ്ത് മിനിമം ഒരു 50,000 പ്രൊഡക്റ്റ് എങ്കിലും നിങ്ങളെ കയ്യിൽ മിനിമം സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമാണ് ഇതിന്റെ ഈ ഒരു ബിസിനസ്സിലെ നെടുംതൂണെന്ന് പറയുന്നത് തന്നെയാണ് റിക്രൂട്ട്മെന്റ്. നിങ്ങൾക്ക് അറിയാം ഈ ഒരു ബിസിനസ്സിൽ അത്യാവശ്യമാണ്. മോർ പീപ്പിൾ എന്ന് നമ്മുടെ ലീഡേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ ഒരുമിച്ച് ഒരുപാട് ആൾ നിർബന്ധമായും വേണം. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് ആളപ്പിടിക്കുന്ന ബിസിനസ് അല്ലേ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. കറക്റ്റ് ആണ്, ആളപ്പിടിക്കുന്ന ബിസിനസ് തന്നെയാണ്. നിങ്ങൾക്ക് ഒറ്റ കാര്യം ചിന്തിച്ചാൽ ഇതിൽ ഏത് കാര്യത്തിന് ആളെ പിടിക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ബസ് ആയാലും ആ ബസ്സിൽ ആളുണ്ടെങ്കിൽ ആള് കയറിയാൽ മാത്രമേ ആ ബസ്സിൽ ലാഭം ഉണ്ടാവും. അത് നേരെ മറിച്ച് ഞാനൊരു സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്കിപ്പോ ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ഒരു സ്കൂളിൽ കുട്ടികൾ വരാണ്ട് നമുക്ക് ആ സ്കൂൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടികൾ വന്നാൽ മാത്രമേ ആ സ്കൂൾ നിലനിൽക്കും, അത് സ്മൂത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇപ്പം നമുക്ക് ഇപ്പം നമ്മളെ കെയർ ഓഫിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള പലർക്കും ഒരു ഒറ്റ പ്രശ്നം ഉണ്ടാവും. കാരണം ഇത് ആളെ പിടിക്കണ്ടേ, കാരണം ഇത് നമ്മൾ ഒരാളോട് പോയി സംസാരിക്കണ്ടേ, ഒരാളോട് നമ്മൾ പോയി എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക, ഞാൻ ഇന്ന പൊസിഷനിലുള്ളവരല്ലേ എന്ന് നമുക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഇതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ,
ഇപ്പൊ ഒരു ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു മാർച്ച് മാസം ആ സ്കൂളിൽ നിലനിൽക്കണമെങ്കിൽ, അല്ലെ ആ ഒരു ടീച്ചർക്ക് നിലനിൽക്കണമെങ്കിൽ, ആ സീറ്റ് പോവാതിരിക്കാൻ, കുട്ടികൾ കുറച്ച് കുറഞ്ഞതാണെങ്കിൽ അവർ കുട്ടികളെ പിടിക്കാൻ ഇറങ്ങുന്നില്ലേ, കൂടുതലും കുട്ടികളെ ആ ഒരു ഫീൽഡിലേക്ക് വരാൻ ഇറങ്ങുന്നില്ലേ? അപ്പൊ അത് അവര് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കും അവർ ഇറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മളെ ഈ ഒരു ബിസിനസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ആളിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത്? അത് എല്ലാവരുടെ പറയാനൊന്നും ലീഡേഴ്സ് പറയുന്നില്ല. നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്ത് നമുക്കറിയുന്ന ഫാമിലി സർക്കിളും ഫ്രണ്ട്സ് സർക്കിളും ഉള്ള ലിസ്റ്റ് മേക്ക് ചെയ്ത് അവരിലേക്ക് മാത്രം എത്താൻ മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം നമുക്ക് അറിയുന്നവരടുത്ത് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയേണ്ടത്. പക്ഷെ നമ്മളെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സ് പോകുന്നത് അറിയാത്ത വീടുകളിൽ ആണ് കുട്ടികളെ തേടി പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രശ്നം നമുക്കിവിടെ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന സത്യസന്ധമായ ബിസിനസ്സാണ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബിസിനസ്. അത് നമുക്ക് ഒരു രീതിയിലും മാറ്റങ്ങൾ എന്താ പറയുക, ഒരു രീതിയിൽ മുഷിപ്പ് ഉണ്ടാക്കില്ല. അത്രയും നല്ല ഒരു സത്യസന്ധമായ ബിസിനസ്സാണ് നമ്മൾ ഇവിടെ ചെയ്തു വരുന്നത്. പിന്നെ അടുത്തത് ഈ റീറ്റെയിലും റീപർച്ചേസും അതുപോലെ റിക്രൂട്ട്മെന്റും ചെയ്ത നെക്സ്റ്റ് നമുക്ക് വരേണ്ട റീറ്റെയിൽ ആണ്. കാരണം നമ്മൾ ഒരുമിച്ച് പല കുടുംബങ്ങളിലെ ആൾക്കാരാണ് നമ്മുടെ ഒരുമിച്ച് വരുന്നത്. പല സ്വഭാവക്കാരാണ്, നമ്മൾ അതേ സ്വഭാവമായിരിക്കില്ല, പല സ്വഭാവത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ ഒരുമിച്ച് വരുന്നത്. ആ പല സ്വഭാവങ്ങളിലെ ഒരുമിച്ച് വരുന്നവരെ ഒറ്റക്കെട്ടായി നിലനിർത്തുകയാണ് നമുക്ക് ഇവിടെ റീറ്റെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരുണ്ടാവും, പെട്ടെന്ന് സങ്കടം വരുന്നവരുണ്ടാവും, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഒരുമിച്ച് വരുന്നവരുണ്ടാവും. പക്ഷെ അവരെല്ലാം ഒറ്റക്കെട്ടായി സഹോദരങ്ങളെ പോലെ കൂടപ്പിറപ്പ് പോലെ ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു 4 കാര്യങ്ങൾ കറക്റ്റായി നോക്കിയാൽ ഒരു കാറിന്റെ 4 ടയർ പോലെ നിങ്ങൾ നോക്കിയതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാറ് ഓടിച്ചു മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഈ ഒരു 4 കാര്യം കറക്റ്റ് മനസ്സിലാക്കി അതിന്റെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ലീഡേഴ്സിനോട് നിങ്ങൾ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകും. ശ്രീജ മാഡം ആ ഒരു RTCയുടെ ശ്രീജ മാഡം ആ ഒരു ഗൂഗിൾ മീറ്റിൽ ഗസ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്റെ ഒരുമിച്ചുള്ള DTC ലീഡർമാരാണ് ആ ഒരു ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യാൻ നിങ്ങളെ ZTC ലീഡേഴ്സ് ആണ്. ZTC ലീഡേഴ്സ് വിനീത് സാറ്, അതുപോലെ തന്നെ ബിനു സാറ്, അതുപോലെ രാജേഷ് സാറ്, 3 ZTC ലീഡേഴ്സ് ആണ്. ZTC ലീഡേഴ്സിന്റെ ടീമാണ് ഈ ഒരു ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പവർഫുൾ ATC ലീഡർ ധനേഷ് സാറും ഉണ്ട്. പിന്നെ എനിക്കറിയാൻ പറ്റിയ ശ്രീജ മാഡം പറഞ്ഞതനുസരിച്ച് ധനേഷ് സാറ് ഇവിടെയല്ല മിലിറ്ററിയിലാണെന്ന് അറിയാൻ പറ്റിയത്. അപ്പം അത്രയും പവറായിട്ട് പോകുന്ന ഒരു വലിയൊരു വിങ് ആണ് നിങ്ങളത്. അത്രയും പവർഫുൾ വിങ് ആണ്. എന്റെ ഒരു എനിക്കൊരു സംശയം, നിങ്ങൾ സത്യമാഷ ടീമാണെന്നാണ് തോന്നുന്നത്. അപ്പം അല്ലെ, സത്യമാഷ ടീമല്ലേ? അപ്പം സത്യമാഷെല്ലാം ശരിക്കും പറഞ്ഞാൽ ആരാധനയോടെ കാണുന്നതാണ്. കാരണം സാറ് ഒരു വാക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്ത്, തുടക്കം ഗംഭീരം ഒടുക്കം അതിഗംഭീരം, അത് ശരിക്കും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വേർഡാണ്. അപ്പൊ അത്രയും പവറുള്ള ലീഡർ വിങ് ആണ്. അപ്പൊ അതിന് ഒരു സംശയമില്ല, നിങ്ങൾ അത്രയും കട്ടക്ക് നിൽക്കുന്ന ലീഡേഴ്സ് ആണ് നിങ്ങൾ ഒരുമിച്ചുള്ളത്. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു ഗൂഗിൾ മീറ്റ് രാവിലെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഗൂഗിൾ മീറ്റ് തുടങ്ങിയതിനു ശേഷം നമ്മൾ ചെറിയ രീതിയിലൊരു കോൺടെസ്റ്റ് നമ്മളെ ടീമിൽ വെക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കോൺടെസ്റ്റ് നിങ്ങൾക്കും നിങ്ങളെ ലീഡേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടെസ്റ്റ് നിങ്ങളെ ലീഡേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഭാഗ്യവാന്മാരായി നിങ്ങൾ കരുതണം. കാരണം നിങ്ങളെ ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു ബിസിനസ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളെ ലീഡേഴ്സ് കണ്ടുപിടിച്ച ഒരു എളുപ്പ വഴിയായി മാത്രം നിങ്ങൾ അതിനെ കാണുക. കാരണം നമ്മൾ ഒരു കോൺടെസ്റ്റോ അല്ലെ ഒരു മത്സരം ഒന്നുമില്ലെങ്കിൽ നമ്മൾ നാളെ ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കും. നാളെ നീളെ എന്ന് പറയുന്ന പോലെ നമ്മൾ അത് പിന്നത്തേക്ക് വെച്ച പിന്നെ തന്നെയാവും. പക്ഷെ ഈ ഒരു കോൺടെസ്റ്റ്, ഒരു ടൈം പീരീഡിലുള്ള ഒരു കോൺടെസ്റ്റ് വെക്കുമ്പോൾ ആ ഒരു കോൺടെസ്റ്റ് ആരാണോ ഏറ്റെടുക്കുന്നത് അവര് നല്ല രീതിയിൽ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നിങ്ങളെ ടീമിൽ വളരെ ചെറിയൊരു കോൺടെസ്റ്റാ വെച്ചെന്നാണ് അറിയാൻ പറ്റിയത്. മറ്റൊന്നല്ല, 5000 രൂപയുടെ
റിക്രൂട്ട്മെന്റ് അതല്ലേ, അങ്ങനെ തന്നെയല്ലേ? 5000 രൂപയുടെ റിക്രൂട്ട്മെന്റ് ആണ്. അത് മാക്സിമം നിങ്ങൾ റിക്രൂട്ട്മെന്റിലേക്ക് എത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ടീമില് ആള് വേണം, മോർ പീപ്പിൾ, നല്ല ആൾക്കാർ നമ്മളെ ടീമിൽ വേണം. നിങ്ങൾ ഒരു ആശങ്കയും വെക്കരുത്. ആളെ പിടിക്കേണ്ട ബിസിനസ് അല്ലേ ചോദിച്ചാൽ നിങ്ങൾ അതേ തന്നെ പറയണം. കാരണം ആളില്ലാണ്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് നമ്മളെ ബിസിനസ് മാത്രമല്ല, ഏത് ബിസിനസ് ആയാലും നമുക്ക് കൂടുതൽ ആള് നമ്മളെ ഒരുമിച്ച് വരണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആള് ഒരുപാട് നമ്മൾ ഒരുമിച്ച് വരണം. റിക്രൂട്ട്മെന്റ് മസ്റ്റ് ആണ്. അപ്പൊ റിക്രൂട്ട്മെന്റിലൂടെ കൂടുതൽ ആളിലേക്ക് എത്തുക. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇനി പറയാനില്ല. നിങ്ങൾ നല്ല രീതിയിൽ ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോവാം. ഈ ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനൊരു ഗോളായി സെറ്റ് ചെയ്തത് ഒരു മിക്സിയാണ്. ആ ഒരു മിക്സിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പതിയെ പതിയെ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തു. ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. ഇന്നിപ്പോ ഞാൻ സംസാരിക്കുന്ന മൊബൈൽ ഫോണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരാഴ്ച വരുമാനത്തിന്റെ ഒരു പങ്ക് കൊണ്ട് വാങ്ങിയ മൊബൈൽ ഫോണാണ്. ഒരാഴ്ച വരുമാനം 60,000 വരെ ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂ വീലർ എടുത്തിട്ടായിരുന്നു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ റിസൈൻ ചെയ്തതിന് ശേഷം പിന്നെ ടൂ വീലർ എടുത്തിട്ടുണ്ടായില്ല. പക്ഷെ കാർ വീട്ടിൽ അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ കാർ ഉണ്ടായ സമയത്ത് ആ കാറ് എടുക്കുന്ന വാഗ്നറാണ് ഉണ്ടായിട്ടുണ്ട്. വാഗ്നർ എടുക്കുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും വിചാരിച്ചത് നമ്മുടെ ജീവിതകാലം മുഴുവനുള്ള വണ്ടി എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു 4 വീലർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രം അതൊന്ന് മാറ്റി ചിന്തിക്കാൻ തയ്യാറായി. ഇന്നിപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു 10.5 ലക്ഷത്തിന്റെ ടൊയോട്ടയുടെ ഗ്രാൻഡ്സാം എന്നുള്ള 4 വീലർ ആണ്. ശരിക്കും പറഞ്ഞാല് 4 വീലർ ലൈസൻസ് ആ ഒരു 2 വീലർ എടുക്കുമ്പോൾ എടുത്തിട്ടില്ല. കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നായിരുന്നു ആ ഒരു സമയത്ത് വിചാരിച്ചത്. പക്ഷെ 4 വീലർ ലൈസൻസ് എടുത്തു. ഇന്നിപ്പോ 4 വീലറിൽ സഞ്ചരിക്കാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള പാകത്തിലായത് ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ സ്കൂളിൽ തന്നെ ആണെങ്കിൽ ആ ഒരു 4 വീലർ എന്നുള്ളത് എന്റെ മൈൻഡിലേക്ക് പോലും പോകത്തില്ലായിരുന്നു. ഈ ഒരു ബിസിനസ്സിൽ ഇപ്പൊ ലേഡീസ് ഉണ്ടാവാം, ജെന്റ്സ് ഉണ്ടാവാം. പക്ഷെ ലേഡീസ്, ഞാൻ ഒരു ലേഡി ആയതുകൊണ്ട് ഒരു ലേഡീസിനോട് മാത്രം പറയുന്നത് രഹസ്യമാണ്, വേറെ ഒന്നല്ല. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ലേഡീസിനെ സംബന്ധിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ജെന്റ്സിന് ആഗ്രഹങ്ങൾ ഇല്ല എന്നല്ല, പക്ഷെ ലേഡീസിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ലേഡീസിന്റെ ആഗ്രഹങ്ങൾ എന്താ പറയണ്ടേ, കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡിന്റെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ കുഴിച്ചു മൂടലാണ് പതിവ്. അത് പതിയെ പതിയെ ചെറിയ ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ ആഗ്രഹങ്ങൾ. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്ന നമുക്ക് ഏത് ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി മുന്നിലാണ് നമ്മളുള്ളത്. അത് മാക്സിമം നമ്മൾ ഒരുമിച്ച് നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ അത് നെഞ്ചോട് ചേർത്ത് നമ്മളെ ബിസിനസ്സായി കരുതി മുന്നോട്ട് പോവാം. ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കും. നിങ്ങൾക്കറിയാം, ഈ ഒരു ബിസിനസ്സോട് ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കും. നെഗറ്റീവ്സിനെ നമ്മൾ അത് പോസിറ്റീവാക്കി മാറ്റുക. അത് വേറൊന്നല്ല, ആ നെഗറ്റീവ്സ് കേൾക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വളരാനുള്ള വളങ്ങളും അല്ലെങ്കിൽ വെള്ളവും വളങ്ങളും ഒഴിച്ചു തരുന്നതാണെന്ന് മാത്രം കരുതുക. നെഗറ്റീവ്സിനെ നമ്മൾ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുക. കാരണം നെഗറ്റീവ്സ് കേട്ടാൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. നെഗറ്റീവ്സ് മാക്സിമം നിങ്ങൾ എടുത്ത് അത് നമ്മളെ ഫയറായി നമ്മളെ മനസ്സിൽ വെക്കുക. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും വിജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ള മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോവുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് അത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായില്ല, അത് തന്നെയാണ് എന്റെ വിജയം. അപ്പൊ കൂടുതൽ നീട്ടുന്നില്ല, 9 മണിയായി. അപ്പൊ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.